ഏറ്റവും ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു ദിവസമാണ്. നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിൽ നാഴികക്കല്ലാകാൻ പോകുന്ന ഒരു വലിയ പദ്ധതിക്കാണ്, വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് എന്ന് ഏറ്റവും സുപ്രധാനമായ ദിവസമായി മാറിയിരുന്നു. ആ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ ഇനിയും കുറച്ച് മാസങ്ങൾ പിടിക്കും. പക്ഷേ അവിടെ മദർഷിപ്പുകൾ വന്നെടുക്കാൻ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ്. കേരളത്തിൽ UDF ഇന്ന് 14 ജില്ലകളിൽ ആഹ്ലാദം പങ്കുവയ്ക്കുകയാണ് ജനങ്ങളുമായി. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഇന്ന് ആ മദർഷിപ്പിന് സ്വീകരണം കൊടുത്തുകൊണ്ടുള്ള പരിപാടി കേരളത്തിലെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചില്ല. ഞങ്ങൾ ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം ഇത് കരിദിനമായി ആചരിച്ചില്ല. ഞങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയില്ല. ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിലെ സുപ്രധാനമായ നാഴികക്കല്ലാവുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ഈ ദിവസം ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ജനങ്ങളുമായി ആഹ്ലാദം പങ്കുവയ്ക്കുക. കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വഴിത്തിരിവ് കൂടിയാണ് ഈ തീരുമാനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ശ്രീ ബെന്നി ബെഹനാൻ എനിക്ക് മുൻപ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കുഞ്ഞാണ്. ഒരു സംശയവും വേണ്ട. 1991 ഇവിടെ അധികാരത്തിൽ വന്ന ശ്രീ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയാണ് ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചത്. അന്ന് തുറമുഖ മന്ത്രിയായിരുന്ന ശ്രീ MV രാഘവനാണ്, അദ്ദേഹത്തിനെയാണ് ശ്രീ കെ കരുണാകരൻ ചുമതലപ്പെടുത്തിയത്. അന്നാണ് എങ്ങനെയായിരിക്കണം വിഴിഞ്ഞം തുറമുഖം എന്നതിന്റെ ഡിസൈനും അതിന്റെ എഞ്ചിനീയറിംഗും അന്ന് പൂർത്തിയാക്കി. പിന്നീട് മാറി മാറി വന്ന പല ഗവൺമെന്റുകളും അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും അത് മുന്നോട്ട് പോകാൻ പോയില്ല. നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, 90കളുടെ തുടക്കത്തിൽ ശ്രീ കെ കരുണാകരനും ശ്രീ MV രാഘവനും ഇതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ഇന്നത്തെ ഭരണകക്ഷി, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM, അവരുടെ നിലപാട് വിഴിഞ്ഞം തുറമുഖം കൂടി സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാൻ UDF പോകുന്നു എന്നുള്ള ആക്ഷേപമായി. പിന്നീട് അവർക്ക് തന്നെ ഇത് സ്വകാര്യ മേഖലയിലെ തുടങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാൻ വീണ്ടും ഒരു 2 പതിറ്റാണ്ട് കാലം കൂടി അവരെടുത്തു. എന്നിട്ടും ഇത് യാഥാർത്ഥ്യമായില്ല. ഒരിക്കലും ഒരു ചൈനീസ് കമ്പനി മുന്നോട്ട് വന്നു. ആ ടെൻഡർ നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മിലിറ്ററി ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം അത് വേണ്ട എന്ന് തീരുമാനിച്ചു. അന്ന് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി, UPA ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി. അന്ന് എന്തുകൊണ്ടാണ് ഇത് വേണ്ട എന്ന് പറഞ്ഞത്? ഇന്ത്യയും ചൈനയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ പോർട്ടുകൾ മുഴുവൻ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുകയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, പോർട്ടുകൾ ഉൾപ്പെടെ കൈയടക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴുണ്ടായ മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇന്ത്യയിൽ, കേരളത്തിൽ, ഈ അറേബ്യൻ സീയുടെ അറ്റത്ത് കിടക്കുന്ന, ഈ മുനമ്പിൽ കിടക്കുന്ന തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ആ ചൈനീസ് കമ്പനി വേണ്ട എന്ന തീരുമാനമെടുത്തു. ആ തീരുമാനം അന്ന് പോലും അത് യാഥാർത്ഥ്യമാകുന്ന രീതിയിലല്ല അത് ഷേപ്പ് ചെയ്തിരുന്നു. പിന്നീടാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ 2011 അധികാരത്തിൽ വന്നു. അന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എല്ലാ തടസ്സങ്ങളെയും മാറ്റി നിരന്തരമായ പരിശ്രമം, കഠിനാധ്വാനം,
മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കാരണം. അത് എതിർപ്പുകളായിരുന്നു, എല്ലാ കാര്യത്തിലും എതിർപ്പുകളായിരുന്നു. ഒരു കാരണവശാലും അന്ന് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വാങ്ങി, പാരിസ്ഥിതിക അനുമതി വാങ്ങി, ബാക്കിയുള്ള എല്ലാവിധ പേപ്പറുകളും ക്ലിയർ ചെയ്ത് ടെൻഡറിന്റെ ഡോക്യുമെന്റ് ഉണ്ടാക്കി, ടെൻഡറിന്റെ വ്യവസ്ഥകൾ ഉണ്ടാക്കി, സ്വകാര്യ സർക്കാർ സംയുക്ത സംരംഭമായി വിഴിഞ്ഞം പോർട്ട് ആരംഭിക്കുന്നതിനുള്ള തീരുമാനം എടുത്തു മുഴുവൻ അംഗീകാരവും വാങ്ങി. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി, അവിടെ സ്ഥലമെടുപ്പിനുള്ള മുഴുവൻ കാര്യങ്ങളും പൂർത്തിയാക്കി. എന്നിട്ടാണ് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം അവിടെ നടത്തിയത്. എല്ലാ പരിപാടിയും പൂർത്തിയാക്കി. മാത്രമല്ല, ഇന്നത്തെ കാലത്ത് പോർട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ 590 കിലോമീറ്റർ തീരപ്രദേശമുണ്ട്. ഇവിടെ 63% സ്ഥലങ്ങളിലും തീരശോഷണം അനുഭവിക്കുന്ന പ്രദേശമാണ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പോർട്ട് കൂടി വരുമ്പോൾ സ്വാഭാവികമായും അവിടെ പോർട്ട് വരുന്ന സ്ഥലത്ത് കൽഭിത്തി കെട്ടി തടയുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം കൂടി കൂടുതൽ അപകട സാധ്യത വരും, കൂടുതൽ കടലാക്രമണം ഉണ്ടാകും. അപ്പോൾ ഈ വികസനത്തിന്റെ ഇരകൾ ഉണ്ടാകും, വീട് നഷ്ടപ്പെട്ടവർ ഉണ്ടാകും, ഭൂമി നഷ്ടപ്പെട്ടവർ ഉണ്ടാകും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അന്ന് ഉത്കണ്ഠയുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ചർച്ച നടത്തി. ഒരു 473 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജ് കൂടി ഉണ്ടാക്കിയിട്ടാണ്, ആ ഉത്തരവ് കൂടി ഇറക്കിയിട്ടാണ് മുൻപോട്ട് പോയത്. ആ ചർച്ചകൾക്കെല്ലാം നേതൃത്വം കൊടുത്ത, ഈ നടപടികളെല്ലാം പൂർത്തിയാക്കാൻ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന്, അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ബഹുമാനായ തുറമുഖ വകുപ്പിന്റെ മന്ത്രി കൂടിയായിരുന്നു ശ്രീ കെ ബാബു എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ചടുലമായ പ്രവർത്തനങ്ങൾ, ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് കാരണമായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മനസ്സ് മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം എന്താണ് എന്ന് മനസ്സിലാക്കി, അത് പ്രാവർത്തികമാക്കുന്നതിന്, യാഥാർത്ഥ്യമാക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ശ്രീ കെ ബാബുവിനെ ഞാൻ എല്ലാവർക്കും വേണ്ടി, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കില്ല. നിങ്ങൾ അറിയേണ്ടത്, 91-ൽ കെ കരുണാകരന്റെ കാലത്ത് ഇത് കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞത്, ഇതാ സ്വകാര്യ സംരംഭം, ഭയങ്കര എതിരായിരുന്നല്ലോ അന്ന് സ്വകാര്യ മേഖലയ്ക്ക് ഇവർ പറഞ്ഞ ആളുകളാണ്. 2015 ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ CPM മുഖപത്രമായ ദേശാഭിമാനിയുടെ ഫ്രണ്ടിലെ വാർത്ത എന്താ? ഇത് കടൽ കൊള്ളയാണ്, അല്ലെ? ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് CPM സെക്രട്ടറി ആയിരുന്നു. ഈ പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് ഈ തുറമുഖ പദ്ധതി എന്നാണ് പറഞ്ഞത്. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ്. സർക്കാർ അതിനേക്കാൾ താഴെ പൈസയാണ് സർക്കാർ മുടക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ്. അന്ന് കടൽ കൊള്ളയാണ് എന്ന് CPM മുഖപത്രം എഴുതിയെങ്കിൽ ഇന്നലത്തെ CPM മുഖപത്രത്തിന്റെ തലക്കെട്ട് സ്വപ്നതീരം നങ്കൂരമണിയുന്നു എന്ന വാർത്തയാണ്. ഓന്തിനെ പോലെ വേഷം മാറുകയാണ്. ഞാൻ പത്രത്തെ കുറിച്ചല്ല പറയുന്നത്, ആ പത്രത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ നിറമാണ്. 2015-ൽ ഈ ബൃഹത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അത് കടൽ കൊള്ളയാണെന്നും 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്നും ഒരു വാർത്ത കൂടി ഉണ്ടായിരുന്നു. ഇത് മത്സ്യ ബന്ധനത്തെ തടയുന്ന പദ്ധതിയാണെന്നൊരു വാർത്ത കൂടി ഉണ്ട്. എന്തിനാണ്? മത്സ്യബന്ധനം നടത്തുന്ന ആ സമൂഹത്തെ ഈ പദ്ധതിക്കെതിരാക്കി അവരെ തിരിച്ചു വിടുന്നതിന് വേണ്ടി നിങ്ങൾ എടുത്ത് നോക്കിക്കോ. കടൽ കൊള്ള എന്ന് പറയുന്ന ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്ന പത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഹെഡിങ് മത്സ്യബന്ധനം ഇല്ലാതാകുന്നതാണ്. അതായത് തിരുവനന്തപുരത്ത് പൂവാർ മുതൽ നീണ്ടകര, കൊല്ലത്തെ നീണ്ടകര വരെയുള്ള തീരപ്രദേശത്തെ
മത്സ്യബന്ധനത്തിന് തടസ്സമാകും ഈ പദ്ധതി എന്ന് പറഞ്ഞ ആളുകളാണ്. അന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി, കടൽ കൊള്ളയാണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി, 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി, ഈ മത്സ്യബന്ധനത്തിന് തടസ്സമാകും, മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുമെന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിയായി അദ്ദേഹം അവിടെ ഇത് മുഴുവൻ തന്റെ ക്രെഡിറ്റായി പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, അത് ജനങ്ങൾ ചോദിക്കുന്നു. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പേര് പോലും പരാമർശിക്കാതെ ഇതിന്റെ നാൽവഴികൾ മുഴുവൻ അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതെ ഈ തുറമുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചരിത്രത്തിന്റെ പേര് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഉമ്മൻചാണ്ടി ഈ പദ്ധതിക്ക് വേണ്ടി ചെയ്ത UDF മന്ത്രിസഭ ചെയ്ത കാര്യങ്ങൾ മറച്ചുവെക്കാൻ പിണറായി വിജയൻ നിങ്ങൾക്ക് കഴിയില്ല. അത് ജനങ്ങളുടെ മനസ്സാണ്. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ നിങ്ങൾക്ക് കഴിയില്ല. അവിടെ ഒരു ക്രെയിൻ വന്നപ്പോഴും വലിയ ആഘോഷം നടന്നു. ഈ പദ്ധതിക്ക് വേണ്ടി ക്രെയിൻ വന്നാണ്. എന്നെ വിളിച്ചു. അന്നാ പരിപാടി ഞാനും പോയി. ഞാനുണ്ടായിരുന്നു, ശശി തരൂർ MP ഉണ്ടായിരുന്നു, CMLA ഉണ്ടായിരുന്നു. അന്ന് എല്ലാ മന്ത്രിമാരും സംസാരിച്ചപ്പോൾ എന്നെ വിളിച്ചു. അന്നുണ്ടായിരുന്ന ആൾക്കൂട്ടത്തിൽ ഒരു 80% പേർ CPM ഇതൊരു ആഘോഷമാക്കാൻ വേണ്ടി CPM-ന്റെ ഏരിയ കമ്മിറ്റികൾ വഴി കൊണ്ടുവന്ന ആളുകളായി. ഞാൻ അവരോട് സത്യസന്ധമായി, ഇതുപോലെ വിമർശനാത്മകമായിട്ടല്ല, സത്യസന്ധമായി ഈ പദ്ധതിയുടെ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ 80% വരുന്ന CPM പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആ ജനക്കൂട്ടം 3-4 പ്രാവശ്യം കൈയടിച്ചു. അത് ഓൺ റെക്കോർഡ്. അത് വാർത്താ മാധ്യമങ്ങളുടെ മീഡിയയുടെ ലൈബ്രറിയിൽ ഉണ്ടാവും. അത് കാരണം ജനങ്ങൾക്കറിയാം, CPM-കാർക്ക് വരെ അറിയാം അത് ആരാണ് ചെയ്തത് എന്ന്. അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പരിപാടിക്ക് എന്നെ ക്ഷണിക്കാതിരുന്നത്. എന്നെ ക്ഷണിച്ചില്ല എന്ന് കരുതി ഞങ്ങൾ CPM-കാരെ പോലെയല്ല. എന്നെ ക്ഷണിച്ചില്ല, അതുകൊണ്ട് ഈ പരിപാടി ഞങ്ങൾ ബഹിഷ്കരിക്കും എന്ന തീരുമാനമല്ല ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ ക്രിയാത്മകമായ തീരുമാനമാണ് എടുത്തത്. ഇനി എനിക്കൊരു ചോദ്യം സർക്കാരിനോട്. ഇതിൽ സർക്കാരിന്റെ പങ്കെന്താ? കേരള സർക്കാരിന്റെ പങ്ക് 5500 കോടിയിലധികം രൂപയാണ് സ്റ്റേറ്റ് ഷെയർ. സ്റ്റേറ്റ് കൊടുക്കണം. അപ്പൊ പദ്ധതി പൂർത്തിയാവാൻ പോവാണല്ലോ. 8 കൊല്ലം കൊണ്ട് പിണറായി ഗവൺമെന്റ് ഈ പദ്ധതിക്ക് കൊടുത്ത തുക എത്രയാ? 850 കോടി. 850 കോടി. ഏതിലൊന്ന് ഈ പദ്ധതിക്ക് കൊടുക്കേണ്ട തുകയുടെ ഏതിലൊന്ന് തുകയാണ് ഈ സർക്കാർ ഇതുവരെ കൊടുത്തിട്ടുള്ളത്? തുക പോലും കൊടുത്തിട്ടില്ല. പിന്നെ പോർട്ട് എന്ന് പറയുന്നത് കടൽ ഭിത്തി കെട്ടി കുറെ ട്രെയിനിങ് കൊണ്ടുവന്ന് വെച്ച് ഷിപ്പ് എടുക്കുമ്പോ സാധനം ഇറക്കിയാൽ മാത്രം മതിയോ? പോർട്ട് എന്ന് പറയുന്നത് ഒരു പോർട്ട് സിറ്റിയാണ്. സിംഗപ്പൂരിൽ, സിയാറ്റിലിൽ, കൊളംബോയിൽ, മുന്ദ്രയിൽ, ബോംബെയിൽ, വൈശാഖിൽ, കൊച്ചിയിൽ, അതൊരു പോർട്ട് സിറ്റിയാണ്. പോർട്ടുള്ള സ്ഥലം. ആ പോർട്ടുമായി ഡെവലപ്പ് ചെയ്ത് അവിടെ റോഡ് മുഖേന സാധനങ്ങൾ നീക്കാൻ, റെയിൽ മുഖേന സാധനങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അടിസ്ഥാന സൗകര്യങ്ങൾ UDF ഗവൺമെന്റിന്റെ കാലത്ത് ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഇല്ലേ, ഈ കണ്ടെയ്നർ ടെർമിനൽ പദ്ധതി കൊണ്ടുവന്നപ്പോൾ റെയിൽ വന്നു, സീപോർട്ട് എയർപോർട്ട് റോഡ് വന്നു, കണ്ടെയ്നർ റോഡ് വന്നു. അപ്പുറത്ത് സീപോർട്ട് എയർപോർട്ട് റോഡ് ഉണ്ടായി, മാറ്റങ്ങളുണ്ടായി. ഇത് ചെറിയ പോർട്ടാണ്. വിഴിഞ്ഞം തുറമുഖം മദർഷിപ്പുകൾ അടുക്കുന്ന വലിയ പോർട്ടാണ്. കൊളംബോ ഉൾപ്പെടെ, സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള പോർട്ടുകളുമായി കോമ്പീറ്റ് ചെയ്യേണ്ട, മത്സരത്തിൽ ഏർപ്പെടേണ്ട പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. അവിടെ ഒരു ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ടുള്ള റോഡ് ഉണ്ടാക്കാൻ, അതിനാവശ്യമായ സ്ഥലമേറ്റെടുക്കാൻ, ഒരു റെയിൽവേ ലൈൻ കൊണ്ടുവരാൻ, നിലവിലുള്ള ഒറിജിനൽ റെയിൽവേ ലൈനുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഗുഡ്സ് വാഹനങ്ങൾ നീങ്ങുന്ന ഒരു റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ, അതിന്റെ സ്ഥലമെടുക്കാൻ കഴിഞ്ഞോ ഈ ഗവൺമെന്റിന്? കഴിഞ്ഞോ? ഒന്നും ചെയ്തിട്ടില്ല. 8 കൊല്ലക്കാലം
എന്താണ് ചെയ്തത് എന്ന് അവർ ആത്മപരിശോധന നടത്തട്ടെ. സ്വകാര്യ കമ്പനി അദാനി പോർട്ട് അവരുടെ നടപടികളുമായി മുന്നോട്ട് പോയി. അവര് എഗ്രിമെന്റിന്റെ പ്രകാരം എഗ്രിമെന്റ് പോലും അവർക്ക് നീക്കിക്കൊടുത്തു. കോവിഡിന്റെ പശ്ചാത്തലത്തിലും മറ്റു പല കാരണങ്ങളും നേരത്തെ തന്നെ 2019 യാഥാർത്ഥ്യമാകേണ്ട പദ്ധതി ആലോചന 1000 ദിവസം കൊണ്ട് 2019 മുമ്പ് 1000 ദിവസമായിരുന്നു ടാർഗറ്റ്. 1000 ദിവസം പോയിട്ട് 2015 തുടങ്ങിയ പദ്ധതി 9 വർഷത്തിന് ശേഷമാണ്. ഇപ്പോഴായിട്ടില്ല. ഇനിയും ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയുള്ളൂ. അന്ന് ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇനി അടുത്തത്, അവിടെ ഞങ്ങൾ പറഞ്ഞു വികസനത്തിന്റെ ഇലകൾ ഉണ്ടാവും. അവിടെ കാട്ടെടുത്തും കടലെടുത്തും പോയ ജീവിതങ്ങളുണ്ട്. ഞങ്ങളൊരു ദിവസം അവിടുത്തെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞ്, ഞാനൊരു ദിവസം ഒരു വർഷം മുമ്പ് 1.5 വർഷം മുമ്പ് വലിയ തുറയിലെ ഒരു ഗോഡൌണിൽ പോയി. ആ വലിയ തുറയിലെ ഗോഡൌണിൽ 350ഓളം വരുന്ന കുടുംബങ്ങൾ ഒരു സിമന്റ് ഗോഡൌണിൽ കിടക്കുകയാണ്. നമ്മൾ കണ്ടാൽ കരഞ്ഞു പോവും. അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. തലയാഴ്ച പ്രസവിച്ച കുഞ്ഞ്, തളർന്നു കിടക്കുന്ന ആളുകൾ, പ്രായപൂർത്തിയായ മാറി ഉറങ്ങി കാവലിരിക്കുന്ന മാതാപിതാക്കൾ, വാർദ്ധക്യം ബാധിച്ചവർ, കുഞ്ഞുങ്ങൾ, എല്ലാവരും ഈ കൊടും ചൂടിലും പെരുമഴയത്തും ആ സിമന്റ് ഗോഡൌണിൽ കിടക്കുകയായിരുന്നു. ഞങ്ങളാണത് നിയമസഭയിൽ കൊണ്ടുവന്ന് കൈകൂപ്പി ഗവൺമെന്റിനോട് യാചിച്ചു. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, അവർക്ക് പുനരധിവാസം കൊടുക്കണം. 473 കോടി രൂപയുടെ ഉമ്മൻചാണ്ടി ഉത്തരവിട്ട ആ ഗവൺമെന്റ് ഉത്തരവിട്ട ആ പ്രോജക്റ്റിലെ പൈസ ചെലവാക്കണം. ചെയ്തില്ല. ചെയ്യാമെന്ന് വാക്കുകൊടുത്തു. അതിനുശേഷമാണ് തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ 140 ദിവസം ആ പുനരധിവാസത്തിന് വേണ്ടി സമരം ചെയ്തത്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ആ സമരത്തിന് 140 ദിവസവും പിന്തുണ കൊടുത്ത പ്രസ്ഥാനമാണ് UDF-ഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. 140 ദിവസവും. അത് വർഗീയവൽക്കരിക്കാൻ CPM-ഉം BJP-യും ചേർന്ന് ശ്രമിച്ചു. ആ സമരം വർഗീയവാദികളുടെ സമരമാണ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തെ CPM ജില്ലാ സെക്രട്ടറി ആലാവൂർ നാഗപ്പനും BJP-യുടെ ജില്ലാ പ്രസിഡന്റ് രമേശും VV രാജേഷും കൂടി ഒരുമിച്ച് വന്ന് ആ സമരത്തിനെതിരായി ചെയ്തു. കടൽ കൊള്ള എന്ന് പറഞ്ഞ ദേശാഭിമാനി എന്താ പറഞ്ഞത്? ഇവരെല്ലാം മാവോയിസ്റ്റുകളാണ്, തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ വികാരി ജനറലിന്റെ പടം വരെ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചു. 140 ദിവസം കഴിഞ്ഞപ്പോഴാണ്, ഈ സമരം തീർന്നപ്പോഴാണ് അവരെ പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. ഈ ക്രിസ്മസിനല്ല, അതിന്റെ മുമ്പിലുള്ള ക്രിസ്മസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മസ്കറ്റ് ഹോട്ടലിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയപ്പോൾ ഞാൻ ക്രിസ്മസ് ആഘോഷം നടത്തിയത് വലിയ തുറയിലെ ഈ പാവങ്ങൾ ജീവിക്കുന്ന ഈ വലിയ തുറയിലെ സിമന്റ് ഗോഡൌണിൽ അവർക്ക് കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടാണ്. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു അമ്മ എന്റെ മുമ്പിലേക്ക് ഒരു 5 മാസം പ്രായമുള്ള ഒരു അമ്മുമ്മ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതെന്റെ കൊച്ചുമോളാണ്, ഇതാണ് സാറ് നിയമസഭയിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞ് നിയമസഭയിൽ പറഞ്ഞ കുട്ടിയാണ്. അന്ന് ഒരാഴ്ചയായിട്ടുള്ള പ്രസവിച്ചിട്ട് ഗോഡൌണിൽ. ആ കുട്ടിയാണ് ഇത് 5 മാസമായി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് അവർക്ക് റീഹാബിലിറ്റേഷൻ കിട്ടിയത്. അവർക്ക് വാടക വീടെടുത്ത് കൊടുത്ത് അവർക്ക് വേണ്ടി ഫ്ലാറ്റ് നിർബന്ധിക്കുന്നു. എല്ലാത്തിന്റെയും പുറകെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് ഒരു പണിയും ചെയ്യാതെ നിശ്ചലരായിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 8 വർഷക്കാല കണ്ടത്. ഇതിപ്പോൾ യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ മുമ്പിൽ കയറിയുന്നു. മര്യാദ എന്താ? മര്യാദ, ഞാൻ എന്റെ നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭാഗം ഡീലിമിറ്റേഷൻ വന്നത് 2011-ലാണ്. അപ്പൊ CS ശർമ്മ MLA ആയിരിക്കുന്ന ഒരു ഭാഗം കൂടി എന്റെ നിയോജക മണ്ഡലത്തിലേക്ക് വന്നു. 2011 ശേഷം എന്റെ ആ ഏരിയയിൽ ശർമ്മ MLA ആയിരുന്ന മേഖലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ഞാൻ നിർബന്ധമായി ഞാൻ തന്നെ നേരിട്ട് ക്ഷണിച്ച് ശർമ്മയെ പങ്കെടുപ്പിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ജനങ്ങളോട് പറയായിരുന്നു, ഈ പദ്ധതി തുടങ്ങിയത് ഞാനല്ല, അത് ശർമ്മയുടെ കാലത്താണ് തുടങ്ങിയത്, ഞാനത് പൂർത്തിയാക്കി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വാക്കു പറയുമായിരുന്നു. ഇവരെന്താ ചെയ്യുന്നത്?
ഇവരെ എല്ലാത്തിനെയും വിസ്മരിച്ച് കുറെ പ്രചരണം നടത്തി. ഇതെന്താണ് ഇവരുടെ മുഴുവൻ പരിപാടി? ഞങ്ങൾ പറഞ്ഞു ലൈഫ് മിഷൻ പദ്ധതി. എന്ത് കൊട്ടിഘോഷിക്കലാണ് ലൈഫ് മിഷൻ പദ്ധതി? ഞങ്ങൾ നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിച്ചു. ലൈഫ് മിഷൻ വരുന്നതിന് മുമ്പ് 5 പദ്ധതികളായിരുന്നു. എന്തൊക്കെയാണ് പദ്ധതികൾ? പഞ്ചായത്തുകൾ, ലോക്കൽ ബോഡി സ്വന്തമായി നടത്തുന്ന ഭവന നിർമ്മാണ പദ്ധതി, പട്ടികജാതിക്കാർക്കുള്ള പദ്ധതി, പട്ടികവർഗക്കാർക്കുള്ള പദ്ധതി, മത്സ്യത്തൊഴിലാളികൾക്കുള്ള പദ്ധതി, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭവന നിർമ്മാണ പദ്ധതി. ഈ 5 ഈ 5 കൂടി സംയോജിപ്പിച്ചിട്ടാണ് പിണറായി ഗവൺമെന്റ് ലൈഫ് മിഷൻ കൊണ്ടുവന്നത്. എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങൾ 2.5 ലക്ഷം വീട് 5 കൊല്ലം കൊണ്ടുണ്ടാക്കിയെന്ന് പറഞ്ഞു. ഞങ്ങള് ഇതേ മന്ത്രിമാരെയും ഉത്തരം വാങ്ങിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ഈ 5 പദ്ധതികളുമായി 2011 മുതൽ 2016 വരെ ഉള്ള കാലത്ത് ലൈഫ് മിഷനിലെ ഈ 5 പദ്ധതികൾ വഴി ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ വീടുകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 4.5 ലക്ഷം. 4.5 ലക്ഷം വീട് നമ്മൾ ഉണ്ടാക്കിയപ്പോ 2016 തൊട്ട് 2021 വരെ ഇവരുണ്ടാക്കിയത് 2.5 ലക്ഷമാണ്. ഇപ്പോഴും 3.5 ലക്ഷം ആയിട്ടുള്ളൂ. 8 കൊല്ലം കഴിഞ്ഞു. നമ്മൾ 5 കൊല്ലം കൊണ്ടുണ്ടാക്കിയത് നമ്മളൊന്നും ആരോട് പറയില്ലായിരുന്നു. ആരെങ്കിലും ഇത് അറിയരുതല്ല, പറയില്ലായിരുന്നു. അത് അത്ര ഒരു കുഴപ്പം നമുക്കുണ്ടായിരുന്നത്. ഇതാണ് ചെയ്തത്. അപ്പോൾ എല്ലാം ഈ മെട്രോയുടെ എന്താ ചെയ്തത്? ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചില്ല അല്ലെ? ഉദ്ഘാടനത്തിന്, മെട്രോയുടെ ഉദ്ഘാടനത്തിന് ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചില്ല. അതാണിവർ. കാരണം ഇവർക്ക് ഭയമാണ്. ഇവര് ഈ ഇങ്ങനെ ക്യാപ്സ്യൂളുകൾ ഇറക്കി വിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യാണ്. ഇപ്പൊ പറയാണ് ഹൈവേ, നാഷണൽ ഹൈവേ കണ്ടില്ലേ? ഞങ്ങളിപ്പോ പൂർത്തിയാക്കിയ. ആര് പൂർത്തിയാക്കുക? നാഷണൽ ഹൈവേ അല്ലെ? കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റാണ് നാഷണൽ ഹൈവേ. നിങ്ങൾ ചെയ്തില്ല, ശരിയാണ്. നമ്മൾ ചെയ്തില്ല. നമ്മൾ ചെയ്യാറുള്ളത് എന്താ? പണ്ട് സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഇവിടെ കൊടുത്തത് 1 സെന്റിന് 23,000 രൂപയാണ്. എന്റെ നിയോജകമണ്ഡലത്തിൽ കൊടുത്തത് 23,000 രൂപ. 10 സെന്റ് ഉള്ളവൻ 2,30,000 കിട്ടും. ഇൻകം ടാക്സ് കൊടുക്കണം. അവൻ 1 സെന്റ് ഭൂമി 2 ലക്ഷം രൂപയ്ക്ക് മേടിക്കാൻ പറ്റുമോ അന്ന്? അപ്പൊ ആളുകൾ തടസ്സപ്പെടുത്തി. പിന്നീട് UPA ഗവൺമെന്റ് വന്നപ്പോൾ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ വാശി പിടിച്ച് റൈറ്റ് ടു ഫെയർ വാല്യുവേഷൻ ആക്ട് ഒരു നിയമം കൊണ്ടുവന്നു ഇല്ലേ? ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നിയമം, ലാൻഡ് അക്വിസിഷൻ ആക്ട് മാറ്റിക്കൊണ്ടുവന്നു. മാന്യമായ നഷ്ടപരിഹാരം, അതിന്റെ റൂൾസ് 2014 കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ എന്താ? അന്ന് 23,000 രൂപ കിട്ടിയ സ്ഥലത്ത് എന്റെ നിയോജകമണ്ഡലത്തിൽ കിട്ടിയത് 1 സെന്റിന് 10 ലക്ഷം രൂപയാണ്. ഇപ്പൊ ആരെങ്കിലും ചോദിക്കാൻ ഞങ്ങളുടെ സ്ഥലവും കൂടെ എടുക്കുന്നില്ല. എന്തുകൊണ്ടാ? UPA ഗവൺമെന്റ്, നമ്മളിതൊക്കെ പറയണം. UPA ഗവൺമെന്റ് ലാൻഡ് അക്വിസിഷൻ ആക്ടിലെ വർഷങ്ങളായി കിടന്നിരുന്ന, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ശ്രീമതി സോണിയാഗാന്ധിയുടെ പ്രസംഗം, വികസനത്തിന്റെ പേരിൽ പാവപ്പെട്ടവൻ വലിയാധാരമാകരുത്. ഇതുവരെ വികസന പ്രവർത്തനം നടത്തുന്നത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവരെ തെരുവിലേക്കും ചേരിയിലേക്കും ഇറക്കി വിട്ടിട്ടല്ല വികസന പ്രവർത്തനം നടത്തേണ്ടത്. അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് പുനരധിവാസവും അവർക്ക് മാന്യമായി ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഒരു വികസന പ്രവർത്തനം ആരംഭിക്കാൻ പാടുള്ളൂ. അതാണ് കോൺഗ്രസിന്റെ നയം. അതുകൊണ്ടാണ് ഇപ്പോൾ ദേശീയ ഗവൺമെന്റിന്, കേന്ദ്ര ഗവൺമെന്റിന് ഈ ഹൈവേ പണിയാൻ പറ്റുന്നത് എന്ന് കൂടി അറിയണം. അപ്പൊ അതിന്റെ കൂടി ക്രെഡിറ്റ് കൊണ്ടുപോകാൻ നോക്കിയാണ്. അതിന്റെ കൂടി ക്രെഡിറ്റ് ആയിക്കോട്ടെ. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലെല്ലാം പൂർണ്ണമായിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്ന ഈ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഇതിൽ ഏറ്റവും സന്തോഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, നമ്മൾ മാത്രമാണ് എന്ന് കൂടി വിനയപുരസരം സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിച്ച UDF ജില്ലാ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ്, ഈ ആഹ്ലാദ കൂടിച്ചേരൽ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.